ഇന്നത്തെ റെസിപ്പി നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെജിറ്റബിൾ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാൻ പെട്ടെന്ന് ഇതുപോലത്തെ ഒരു റൈസും കൂടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം അല്ലേ. അപ്പോൾ വെള്ളം ഊറ്റിക്കളയുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. അതായത് 2 ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരിക്ക് അതിൻ്റെ 2 ഇരട്ടി വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം, പിന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 15 മിനിറ്റോളം കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി അരിയാണ്, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിള വരുന്ന സമയത്ത് ആവശ്യത്തിനൊപ്പം ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഒരു ലോ ഫ്ലെയിമിൽ 7-8 മിനിറ്റ് അരി വെന്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ കറക്റ്റ് വേവാവും. അതിനുശേഷം എന്താ ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് തവി കൊണ്ട് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചൂടടിച്ച് അങ്ങനെ ഇരുന്ന് കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് പാൻ വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഓയിലും അതുപോലെ തന്നെ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു അരമുറി സവോള ചെറുതായിട്ട് അരിഞ്ഞത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോസ് എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് റൈസും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ സോസിൻ്റെ ഒരു ഫ്ലേവറും കൂടി ആ റൈസിന് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂണോളം പെപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ എരിവൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, അത് തന്നെ ധാരാളമാണ്. അപ്പം എന്തായാലും ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ബായ്.